നിലപാടുകളിൽ ഉറപ്പില്ലാത്തവരായി മാറി കോൺഗ്രസുകാരെന്ന് മന്ത്രി എം പി രാജേഷ്. തൃത്താല മണ്ഡലം LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂറ്റനാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കണമെന്നതായിരുന്നു ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകൾ. എന്നാൽ ഇതാദ്യമായി ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ ഏത് ഇന്ത്യയെ തെരഞ്ഞെടുക്കണം എന്നതാണ് പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നതെന്നും മന്ത്രി എം പി രാജേഷ് സൂചിപ്പിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ അടുത്ത 1000 വർഷത്തേക്ക് ഒരു മതാധിഷ്ഠിത ഇന്ത്യയാക്കി മാറ്റാനുള്ള ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്നവർ നടപ്പിലാക്കി വരുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ അടുത്ത 1000 വർഷത്തേക്ക് ഒരു മതാധിഷ്ഠിത ഇന്ത്യയാക്കി ചരിത്രത്തിൽ പിന്നിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതിയുണ്ട് എന്ന് ധാർഷ്ട്യത്തോടുകൂടി പ്രഖ്യാപിക്കുകയാണ്. എന്തൊരു ധാർഷ്ട്യമാണ്! അടുത്ത 1000 വർഷം ഞങ്ങൾ ഈ രാജ്യത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ നയിക്കും എന്നാണ് പറഞ്ഞതിനർത്ഥം. അവിടേക്കാണ് ആ ആപത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ടാണ് നാം ഈ തെരഞ്ഞെടുപ്പിൽ ഏത് ഇന്ത്യ വേണം എന്ന് തെരഞ്ഞെടുക്കാൻ പോകുന്നത്. ഒരാപത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ടാണ്. നിലപാടുകളിൽ ഉറപ്പില്ലാത്തവരായി മാറി കോൺഗ്രസുകാർ. ഒരു കുപ്പായം മാറുന്ന ലാഘവത്തോടു കൂടിയാണ് പാർട്ടി മാറുന്നതെന്നും എം പി രാജേഷ് പരിഹസിച്ചു. ഇന്നലെ പത്രം എടുത്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഘോഷയാത്ര 25 ആളാണ് പോയത്. ഒരു കുപ്പായം മാറുന്ന ലാഘവത്തോടു കൂടി പാർട്ടി മാറിയ ആളാണ്. ഇത് UP-യിലെ കോൺഗ്രസിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ്. അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. അത് 2014 മോദി അധികാരത്തിൽ വന്നിട്ടേ ഉള്ളൂ. 10 കൊല്ലം കഴിഞ്ഞു. ഗംഗയിലൂടെയും യമുനയിലൂടെയും ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. ഒരുപാട് കോൺഗ്രസുകാർ BJP-യിലേക്ക് ഒഴുകിയെത്തി. ഇപ്പോ പ്രളയകാലത്തെ പോലൊരു കുത്തൊഴുക്കാണ് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക്. പാലക്കാട് സിറ്റിംഗ് MLA ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയും രാജേഷ് തുറന്നടിച്ചു. ഇതാ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് ഒരു വിദ്വാനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് വടകരയിലേക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം വരെ ഇങ്ങനെ മുൾമുനയിൽ നിന്ന് 95 വയസ്സുള്ള BJP സ്ഥാനാർത്ഥിക്കെതിരായി കഷ്ടിച്ച് കടന്നുകൂടിയ സിറ്റിംഗ് MLA-യെ ഇപ്പോ വടകരയിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്താ ഡീൽ? വടകരയിൽ ആലപ്പുഴയിലും ഞങ്ങളെ സഹായിച്ചാൽ LDF കൂട്ടിച്ച നിയമസഭയിലെ നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ പാലക്കാട്ട് തുറന്നു തരാം എന്നാണ്. അതാണ് ഡീൽ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആരെങ്കിലും ചെയ്യുന്നു, വേറെ ആളുണ്ടല്ലോ നിർത്താൻ. എന്തുകൊണ്ട് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ തന്നെ തെരഞ്ഞു പിടിച്ച് അങ്ങോട്ട് അയക്കുന്നു? പക്ഷെ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വടകരക്കാരെ ഞാൻ മിനിഞ്ഞാന്ന് വടകരയിലുണ്ടായിരുന്നു. വടകരക്കാർ ഒരു കാര്യം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പാലക്കാട്ടിൽ നിന്ന് വന്ന കുട്ടിയെ ഒരു കുഴപ്പം കൂടാതെ സുരക്ഷിതമായി തിരിച്ചവിടെ തന്നെ എത്തിച്ചേരാം. അത് ഉറപ്പ് പറഞ്ഞു. CPI ജില്ലാ കമ്മിറ്റി അംഗം P. നൌഷാദ് അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. സുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥി KS ഹംസ, മുൻ MLA VK ചന്ദ്രൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം മജിദ് കൊളാടി, N. മോഹൻദാസ്, തമ്പി കൊളന്നൂർ, TP മുഹമ്മദ്, T. ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. NCV ന്യൂസ് തൃത്താല. Calicut Notebook Restaurant, the fusion experience with a slice of Malabar, Forum Center Mall, Edappal, Malappuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar and Kochi.